ചാനൽ ചർച്ചകളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന രണ്ട് മുഖങ്ങളാണ്. ഒന്ന് ജ്യോതികുമാർ ചാമക്കാല, മറ്റൊന്ന് സന്ദീപ് വാര്യർ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചാനൽ ചർച്ചകളിൽ വെച്ച് തല്ലുകൂടുന്ന രീതിക്കാണ് കണ്ടിട്ടുള്ളത്. മഞ്ജുഷേ, ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിന്നെ ഞങ്ങൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നാക്കുകൊണ്ടോ തല്ലി നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് തരില്ലടാ. ഇനി ഒറ്റപ്പാളയത്തിലാണ് യാത്ര. തീർച്ചയായിട്ടും ഒരു നല്ല എതിരാളിയെ നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം ഉണ്ടെങ്കിലും ആ എതിരാളി ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ് കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞാനും നീ ഇതുപോലെ നേരത്തെ ഒരുമിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ചതിവ് പറ്റുമായിരുന്നോടെ. സന്ദീപിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുകയും. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. സന്ദീപ് വാര്യരൊക്കെ ഈ മോദി ഭക്തന്മാരായിട്ട് അവർ എന്താ പറയുന്നത് അവരുടെ വിസർജ്യങ്ങൾ അവരുടെ തള്ളുകൾ വിവരക്കേടുകൾ അത് അപ്പടി വിഴുങ്ങിയിട്ട് അത് ഇവിടെ വന്നിരുന്ന് വീണ്ടും ഛർദ്ദിക്കാൻ ശ്രമിക്കരുത്. എങ്ങനെ ഇരിക്കണം? വേണ്ടി വന്നാൽ എന്തടാ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ആംബിയറുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. അന്ന് ഈ മലയാളത്തിലെ TV ചാനലുകളിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പരിധി വിട്ട് സംസാരിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ടുപേരുമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റെതായ ന്യായങ്ങളും ഉണ്ട്. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം. ഇനി എതിരാളിയല്ല, ഇനി കൂട്ടാളിയാണല്ലേ. നോക്കൂ, ഈ രാഷ്ട്രീയത്തിൽ എതിരാളി എന്ന പ്രയോഗത്തിൽ അർത്ഥമില്ലെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ നമ്മൾ ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിൽ നിന്നും നമുക്കെന്താ മനസ്സിലാവുന്നത്? രണ്ട് മത്സര പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും. ചില ഘട്ടം മനുഷ്യരല്ലേ, കൈവിട്ടു പോകും. അങ്ങനെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുട്ടികളല്ലേ ചേട്ടാ ഞങ്ങള് ചട്ടിയും കലോകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കില്ലേ? പരാമർശങ്ങൾ വേണ്ട. സന്ദീപ് ജ്യോതികുമാർ ചാമക്കാല നിയന്ത്രിക്കുന്നത്. പക്ഷേ ഞാൻ എല്ലാ കാലത്തും ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ജ്യോതികുമാർജി. അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞതിൽ കൂടുതലൊന്നും ആ കാര്യത്തിൽ പറയാനില്ല. അദ്ദേഹം വളരെ നന്നായിട്ട് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളാണ്. സൈറിനെ പോലെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയല്ലോ ഇപ്പോൾ സന്ദീപ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇവിടെ ശോഭിക്കാൻ കഴിയും, നന്നായി ശോഭിക്കാൻ കഴിയുന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും